ദക്ഷപ്രജാപതി നടത്തിയ മഹായാഗത്തിൽ ത്രിലോകങ്ങളിലുമുള്ള ദേവന്മാരെയും ഋഷികേശന്മാരെയും ദശൻ ക്ഷണിച്ചുവെങ്കിലും സ്വന്തം മകൾ സതീദേവിയെയും മഹാദേവനെയും ക്ഷണിച്ചില്ല. ദശൻ നടത്തുന്ന മഹായാഗത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ സതീദേവിക്ക് യാഗത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മഹാദേവനെ അറിയിച്ചെങ്കിലും മഹാദേവൻ അനുമതി നൽകിയില്ല. സതീദേവിയുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് മഹാദേവൻ അനുമതി നൽകിയെങ്കിലും ശിവഭൂതഗണങ്ങളുടെ അകമ്പടിയോടുകൂടി യാത്രയാവുകയും യാഗശാലയിലെത്തിയ ദേവിയെ ദക്ഷൻ അപമാനിക്കുകയാണ് ചെയ്തത്. ഇതിൽ മനം നൊന്ത ദേവി അഗ്നിയിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ മഹാദേവൻ കടുത്ത കോപത്താൽ സ്വന്തം ജട പിടിച്ച് നിലത്തടിക്കുകയും ചെയ്തു. അതിൽ നിന്നും ഉഗ്രരൂപിയായ വീരഭദ്രസ്വാമി പ്രത്യക്ഷപ്പെടുകയും വീരഭദ്രസ്വാമിയോട് പോയി യാഗവിഘ്നം നടത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വീരഭദ്രസ്വാമിയും ശിവഭൂതങ്ങളും യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന മുനിശ്രേഷ്ഠന്മാരെയും യജ്ഞാചാര്യനായിട്ടുള്ള ഭൃഗുമുനിയെ ആക്രമിക്കുകയും അവരുടെ വെളുത്ത താടിരോമങ്ങൾ മുറിച്ച് കാട്ടിലെറിയുകയും ദക്ഷപ്രജാപതിയുടെ ശിരസറിച്ച് ഹോമത്തിലിടുകയും ചെയ്തു. ഭൃഗുമുനിയും മറ്റു മുനിമാരും തപശക്തി ഉള്ളവരായതിനാൽ താടിരോമങ്ങൾ വീണയിടത്ത് വെളുത്ത പൂക്കൾ പ്രത്യക്ഷപ്പെട്ടു. അത് ഓടപ്പൂ എന്ന് അറിയപ്പെടുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. എന്തായാലും കൊട്ടിയൂർ ദർശനത്തിന് എത്തുന്ന എല്ലാവരും അവരുടെ വീട്ടിൽ ഐശ്വര്യ സൂചകമായിട്ട് ഓടപ്പൂർ തൂക്കാറുണ്ട്. ഈറ്റയുടെ ചെറിയ രൂപമായിട്ടുള്ള ഓടയുടെ ഇളം തണ്ട് ചതച്ചെടുത്ത് നാര് പോലെയാക്കിയിട്ടാണ് ഓടപ്പൂ നിർമ്മിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത കിട്ടില്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.